എന്റെ പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറയാം. ഒന്ന്, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു കീറ്റക്കടലാസ് പോലും ഇല്ല. ലാവ്ലിൻ കമ്പനിയുടെ ഉടമയല്ല ദിലീപ് രാഹുൽ. 2, അയാൾ ഇടനിലക്കാരനാണെന്ന് CBIയുടെ കേസിൽ പറയുന്നില്ല. 3, അയാളും ലാവ്ലിനുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു കടലാസ് നമ്മൾ കണ്ടിട്ടില്ല. 4, ഇതേ ദിലീപ് രാഹുലൻ സഖാവ് പിണറായിക്കെതിരായി ഇതിനു മുമ്പ് തന്നെ പല കാര്യങ്ങളും പ്രചരിപ്പിച്ചതിനെ കുറിച്ചുള്ള മുമ്പ് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു തെറ്റിനും കളങ്കത്തിനും നിൽക്കാത്ത ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 3-ാം ഊഴം കേരള സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത് മനസ്സിലാക്കിയപ്പോ കോൺഗ്രസും BJPയും കൂടെ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ആ മാധ്യമങ്ങൾ കൂടുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കുഴൽനാടൻ സുപ്രീം കോടതി വരെ പോയി. ഒരു കീറ്റക്കടലാസ് ഉണ്ടായിരുന്നോ? ഒരു ചാനലിൽ പറഞ്ഞു 1000 പേപ്പർ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. 1000 കടലാസ്. 1000 കടലാസ് എന്റെ കയ്യിലുണ്ടെന്ന് ഒരു ചാനലിൽ പറഞ്ഞു കേട്ടു. ഒരു കടലാസ് സുപ്രീം കോടതി കൊടുത്തോ? മാധ്യമങ്ങൾ ഇങ്ങനെ സോഴ്സ് ഉണ്ട്. അനിൽകുമാർ, ഈ സമരസൊക്കെ അയച്ചത് കൃത്യമായ രേഖകൾ അവിടെ ഉണ്ട്. മകൻ അതിൽ ഉത്തരം പറയാൻ ഹാജരായിട്ടില്ല. പറഞ്ഞോളൂ, പൂർത്തീകരിക്കും. നിങ്ങളുടെ ഈ പരിപാടിക്കൊന്നും ഒരു ആയുസില്ല. കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം വ്യാജങ്ങളുടെ വില. ഞാൻ ഈ ദിലീപ് രാഹുലിന്റെ പേരൊക്കെ പണ്ടേ കേട്ടിട്ടുള്ളതാണ്, ഇപ്പോഴല്ല. നിങ്ങൾ ആദ്യം കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ ഒരു മന്ത്രിയായിരുന്ന കാലത്ത് വരദാചാരിയുടെ തല പരിശോധിക്കണമെന്ന് എഴുതിയെന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നു. ഒരു 2 കൊല്ലം അതുകൂടി ലാവ്ലിൻ കേസിൽ എഴുതിയെന്നാ പറഞ്ഞത് വരദാരായ. അവസാനം എന്താ കണ്ടത്? അത് സഹകരണ വകുപ്പിന്റെ ഫയലാണ്, വേറെ കാര്യമാണ്. നമ്മൾ എന്തെല്ലാം അയഥാർത്ഥമായ കാര്യങ്ങളിലാണെന്നറിയാവോ ഈ ലാവ്ലിൻ പറഞ്ഞ് പിണറായി വിജയന്റെ ജീവിതം തകർത്തത്? കുറെ കാലം. ശരി, നിലപാട് വ്യക്തമാക്കണം. ഇതെല്ലാം വ്യാജ നിർമ്മിതികൾ എന്നാണ് അങ്ങ് പറയുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരണം അറിയിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടിയുണ്ട്. ശ്രീ ജയശങ്കർ, അങ്ങ് ഒരുപക്ഷെ അനിൽകുമാറിന്റെ പ്രതികരണം കേട്ട് കാണുമെന്ന് കരുതുന്നു.